കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 2012 മമതാ ബാനർജിയുടെ പ്രസ്താവന വീണ്ടും വിവാദമാകുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ സ്വതന്ത്രമായി ഇടപഴകുന്നതിനാലാണ് ബലാത്സംഗ കേസുകൾ വർദ്ധിക്കുന്നത് എന്നായിരുന്നു പരാമർശം. വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധം കിടക്കുന്ന സാഹചര്യത്തിലാണ് മമതയുടെ പ്രസ്താവന വിവാദമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുകയാണ്. ഗൗതം, 2012 ഒരു പ്രസ്താവനയാണ് വലിയ വിവാദമാകുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. നിലവിൽ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാര്യമായ നടപടികൾ എടുക്കാൻ ബംഗാളിലെ സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. രാജ്യത്ത് ഏക വനിതാ മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെയാണ് ഒരു യുവ ഡോക്ടർ, അതും ആ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു യുവ ഡോക്ടർ കൊടിയ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെടുന്നു. അതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുമ്പോഴും മമതാ ബാനർജി ഒരു വാക്ക് ഈ വിഷയത്തെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തൻ്റെ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് വിശദീകരിക്കാനോ മമത തയ്യാറാകുന്നില്ല. ഇതിനിടയിലാണ് മമതാ ബാനർജി 2012 നടത്തിയിട്ടുള്ള ഒരു പരാമർശം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാക്കുന്നത്. അതായത് നിർഭയ കേസ് ഉൾപ്പെടെ നടക്കുന്നത് നമുക്കറിയാം. ഡൽഹിയിൽ പെൺകുട്ടി ഓടുന്ന ബസ്സിൽ കൊടിയ പീഡനത്തിന് ഇരയാവുകയും പിന്നീട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സംഭവം, അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം അലയടിച്ച് അത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് 2012 തൃണമൂൽ നേതാവും ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഒരു പ്രസ്താവന നടത്തിയത്. രാജ്യത്ത് ഇത്തരം പെൺകുട്ടികൾക്കെതിരെ പീഡനമുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്ത് ഇടപഴകുന്നതാണ്. അവരൊരുമിച്ച് നടക്കുന്നത് കൊണ്ടും അടുത്ത് ഇടപഴകുന്നതും കൊണ്ടാണ് ഇത്തരം റേപ്പുകൾ നടക്കുന്നത് എന്ന ഒരു വലിയ സ്ത്രീ വിരുദ്ധ പരാമർശം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് 2012 ഉണ്ടായിരുന്നു. ആ പരാമർശമാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പൊന്തി വരുന്നത്. കാരണം ഇപ്പോൾ ഈ വിവാദം, ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ വിശദീകരിക്കുന്നത് മമതാ ബാനർജിയുടെ മൈൻഡ് സെറ്റ്, അതായത് മമതയുടെ ഉള്ളിലിരിപ്പ് എന്നത് ഒരു സ്ത്രീ വിരുദ്ധ സ്വഭാവമുള്ളതാണ്. അതിനാലാണ് ഇത്തരം ഒരു പീഡനം തൻ്റെ സംസ്ഥാനത്ത് നടന്നിട്ട്, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നടന്നിട്ട് പോലും രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടാകുന്നില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാക്കളും ഈ പെൺകുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പരാമർശിക്കുവാനോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ അത് ശരിയാണ്, അത്തരം പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ് എന്ന പ്രസ്താവന പോലും നടത്താൻ മമതയോ മമതയ്ക്കൊപ്പം നിൽക്കുന്ന TMCയുടെ മറ്റ് വനിതാ നേതാക്കളോ ഒന്നും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം മമതാ ബാനർജി 2012 നടത്തിയത്. രാജ്യത്ത് പീഡനം നടക്കുന്നതിന്റെ അടിസ്ഥാനം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നടത്തിയ അന്നത്തെ പ്രസ്താവന ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത്. KP ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.